കറക്ക് കറക്ക് കറക്ക്. ഇവനെ അങ്ങ് കൊന്നാലോ പുല്ല്. എൻ്റെ കാല് മുഴുവൻ ഇടിച്ച് പോടെ പോടെ പോടെ. ആ വന്നിരിക്കുന്നു. Yeah, I gotta keep dreaming, gotta keep going. Yeah, I gotta keep pushing, gotta keep breathing. Yeah, I gotta keep working. Yeah, this for the moment, start with $1 million. And I want my mansion, so my family knows that we are set for life. Yeah, ain't nothing that's gonna take over. Hi friends, welcome back to Console. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയിൽ അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ കണ്ട സ്ഥലത്തിൽ പോയി വാങ്ങിയ ഒരു RC കാറാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷത്തിൽ കൂടുതലായി. ഇപ്പോൾ ഇതിൻ്റെ സ്ഥിതി എന്താണ്, ഇതെങ്ങനെ ഓടിക്കാൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഒരുപാട് ആളുകൾ ഞാൻ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ചോദിച്ചിരുന്നു ഈ RC കാർ എവിടെ നിന്നാണ് വാങ്ങാൻ പറ്റുന്നത്, ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കണ്ട് ഇവിടെ ഞാൻ ആ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ അവിടെ പോയി കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഇതിൻ്റെ പ്രൈസ് എത്രയാണ്, അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ കാർസ് അവൈലബിൾ ആണ്, ദുബായിൽ എവിടെയാണ് ഇത് വാങ്ങാൻ പറ്റുന്ന ഈ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഡീറ്റെയിൽ ഒക്കെ കാണണമെങ്കിൽ ഇവിടെ കാണിക്കുന്ന മറ്റേ ലിങ്കിലൂടെ അല്ലെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റും, ഇന്നലത്തെ ആ വീഡിയോ കാണാൻ പറ്റും. ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ RC കാറിൻ്റെ ഇപ്പോഴത്തെ 2024 ഡിസംബറായി ഇപ്പോഴത്തെ ഇതിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണ്, ഇതിന് എന്തൊക്കെ മെയിൻ്റെനൻസ് വന്നിട്ടുണ്ട്, എന്തൊക്കെ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്, ഇപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, എത്രത്തോളം യൂസ്ഫുള്ളാണ് അല്ലെങ്കിൽ എത്രത്തോളം ലോങ് ലാസ്റ്റിംഗ് ആണ് ഈ ഒരു RC കാറെന്ന് നമുക്ക് നോക്കാം. സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള RC കാറിന് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫ്രണ്ടിലത്തെ വീലിൻ്റെ സസ്പെൻഷനും അതല്ലെങ്കിൽ ഈ വീലിൻ്റെ ഭാഗത്തായിട്ട് വരുന്ന പ്രോബ്ലങ്ങളാണ്. ഇപ്പോൾ എനിക്ക് ഇത് ഇടയ്ക്ക് വെച്ചിട്ട് ഇവിടെ ഈ വീലിൻ്റെ അവിടെ ഒരു നട്ടുണ്ടായിരുന്നു, അത് ഊരിപ്പോയി. അങ്ങനെ ഞാനത് ഇന്നലെ നമ്മൾ പോയ ആ ഷോറൂമിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ ഷോപ്പിൽ തന്നെ പോയപ്പോൾ അവരത് ഫിക്സ് ചെയ്ത് തന്നു. പിന്നെ അടുത്തൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ വേഗത്തിൽ നമ്മൾ എവിടെയെങ്കിലും പോയി ഇടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇടിച്ചിട്ട് ഇങ്ങനെ മലന്ന് വീഴും. അപ്പോഴത്തേന് ഈ സ്കിൻ മുഴുവൻ ഒരഞ്ഞ് ഇത് പൊട്ടാനുള്ള ചാൻസൊക്കെ ഉണ്ട്. നമ്മൾ ഒരു തവണ ഈ സ്കിന്ന് ഫുള്ള് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ സ്കിൻ അവരുടെ ഷോറൂമിൽ വാങ്ങാൻ കിട്ടും. മാത്രമല്ല ഓൺലൈനിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്കിന്ന് കിട്ടും. പക്ഷേ നമ്മളുടെ എത്ര സ്കെയിലുള്ള RC ആണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇത് ഓർഡർ ചെയ്യാൻ, അതല്ലെങ്കിൽ ഇത് മാച്ച് ആവത്തില്ല. പിന്നെ ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ബാറ്ററി അന്ന് വാങ്ങിയ സെയിം ബാറ്ററിയാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഇപ്പോഴും നല്ല പവർഫുള്ളാണ്. പിന്നെ നമുക്ക് വേണ്ട ഇങ്ങനെ ചവിട്ടിയാൽ പോലെ ഈ സാധനം വലിയ പ്രശ്നമൊന്നുമില്ല. ഈ കാർ വാങ്ങാൻ നേരത്ത് അവരെന്നോട് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 90 km/h സ്പീഡുണ്ടെന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത്രയും സ്പീഡുണ്ടെന്ന്. ഒരു 40-45 ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഇതിൻ്റെ കൂടെ ഒരു ഓട്ട മത്സരം നടത്തിയാൽ ആര് ജയിക്കുമെന്ന് നോക്കാം. നമുക്ക് മനുവിനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവനെ കൊണ്ട് ഇതൊന്ന് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാം. അവൻ കരുതി അവൻ ഓടേണ്ടി വരുമെന്ന്. മനു, നീ ഇതൊന്ന് ഒറ്റയടിക്ക് ഓടാൻ പറയണം. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഓടാം, ആര് ജയിക്കുമെന്ന് നോക്കണമല്ലോ. ഓടിക്കാറിയാവോടെ പറഞ്ഞിട്ട് ഓടണം, അവസാനം കാണാൻ പറയരുത്. ഇവിടെ നോക്കണോ അവിടെ നോക്കണോ? അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പം പറഞ്ഞോ. വണ്ടി ഒരു കാട്ടിക്കൊണ്ട് നിന്നിട്ട് അവൻ എന്നെ കൊല്ലാൻ നോക്കിയാടേ. അങ്ങനെ എന്തായാലും ഓട്ട മത്സരം പരാജയപ്പെട്ടു. ഇനി നമുക്ക് അതെ ഒരു കാര്യമില്ല, UAE ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്കിനി ഇവനെ മണ്ണിൽ കൊണ്ടുവന്ന് ഓടിച്ചു നോക്കാം. ബീച്ചിലൊക്കെ ഓടിക്കാൻ അടിപൊളിയാണെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഇത് അക്കോയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവിടുത്തെ ഈ പൂഴി മണ്ണുണ്ടല്ലോ, എന്തോന്ന് പറയുന്നത്, ഡെസേർട്ടിൽ ആ തരിതരിയായിട്ടുള്ള മണ്ണ്, അതിലൂടെയൊക്കെ ഓടിക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. എത്ര ഓടിച്ചെന്ന് പറഞ്ഞാലും ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. കണ്ടേ, ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ട ഇത്രയും ക്ലീൻ ആയിട്ടിരിക്കും. ഇൻ കേസ് ഇത് കണ്ടേ ബാക്കിൽ നോക്കുവാണെങ്കിൽ കുറച്ച് ഒരവും സംഭവമൊക്കെ ഉണ്ട്, എന്നാലും വലിയ ഒരു പ്രോബ്ലം ഇല്ല.
പിന്നെ ഇതിൻ്റെ ബാറ്ററിയാണ് മെയിൻ. ബാറ്ററിക്കും ഇപ്പോഴും നല്ല ഇതുണ്ട്. ഒന്ന് കറക്കിയടാ. പിന്നെ ഇവിടുത്തെ ഈ ഒരു ഇത് കണ്ടോ, ഇതിനെന്ത് പറയുന്നത്, ഈ വീലിൻ്റെ ഇത് കണക്ട് ചെയ്യുന്നത് ഇത് ഇത്തിരി തുരുമ്പായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഓയിലൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് തോന്നുന്നു. നമ്മളിതൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇത് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു തന്നെ ഈ ബാറ്ററി ഇങ്ങനെ ഇട്ടിട്ടാണ്. പക്ഷേ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ബാറ്ററി തന്നെ ഓഫ് ആവും. പിന്നെ ഇതിൽ നിന്ന് ഡ്രെയിൻ ആവത്തില്ല. ഇനി നമുക്ക് ബീച്ച് സൈഡിലോട്ട് പോയിട്ട് അവിടെ ഒന്ന് ഓടിച്ചു നോക്കാം. ഇത് ഷാർജ അജ്മാൻ ബീച്ച് ഏരിയ ആണ്. അജ്മാൻ തുടങ്ങിയിട്ടില്ല, ഷാർജയാണ്. പക്ഷെ ഇവിടെയൊക്കെ ഇപ്പോൾ അടിപൊളിയായി. വൈകുന്നേരം ഇതിലെ വന്ന് നടക്കാനും ഫാമിലിയായിട്ടും കുട്ടികളുമായിട്ടൊക്കെ വരാനും ഒക്കെ അടിപൊളി സ്ഥലമാണ്. ഇത് മണ്ണിൽ കൂടെ ഓടിക്കാൻ പറ്റിയൊരു സാധനമാണ്. ഇവിടെ ഇഷ്ടംപോലെ മണ്ണുണ്ട്. ബീച്ച് ഏരിയ ആണ്. വീലിൻ്റെ അലൈൻമെൻറ്റ് കണ്ടോ ഒരു സൈഡിലേക്ക് ഇരിക്കുന്നത്. അത് നമുക്ക് ഈ റിമോട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്വിച്ച് ഉണ്ട്. അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വീൽ അലൈൻമെൻറ്റ് ചെയ്യാൻ പറ്റും. പുറത്തങ്ങ് കൊണ്ടുപോണ്ട. ഇനി വേണ്ടി പ്രത്യേകം ഷോറൂമിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൽ തന്നെ വീൽ അലൈൻമെൻറ്റ് ചെയ്യാം. അതിനുശേഷം അത്രയേ ഉള്ളൂ. ഇനി എന്റെ കാലം അടിച്ച് കൊല്ലിഞ്ഞു. ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നേടാ, അത് പൊളിഞ്ഞു നോക്കട്ടെ. അണ്ട എല്ലാവരും കാലിലിടിക്കലാണ് ഇവന്റെ മെയിൻ പരിപാടി. സാധാരണ രീതിയിൽ ഇവനെ നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 മുതൽ 45 മിനിറ്റ് വരെയൊക്കെ പ്ലെയിൻ ടൈം കിട്ടും. പണ്ട് അക്വയിൽ ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. ഇന്നലെ ഞാൻ ചാർജ് ചെയ്തതിൻ്റെ പ്രശ്നമാണോ അതോ ഇനി ബാറ്ററിയുടെ ലൈഫ് പോയോ എന്നറിയത്തില്ല. ഒരു 10-15 മിനിറ്റൊക്കെ ആയപ്പോഴത്തേന് ആൾ പമ്മി തുടങ്ങി. ഇപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. മെയിനായിട്ട് ബാറ്ററിയുടെ ഒരു ഇഷ്യൂ ആണെന്നാണ് തോന്നുന്നത്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഓക്കെയാണ്. എന്നാലും ഇപ്പോൾ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന 2500 mAh ബാറ്ററിയാണ്. ഇതിൻ്റെ ബാറ്ററിക്കാണ് വിഷയമെങ്കിൽ നമുക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്യാം, ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഡ്യൂറബിലിറ്റിയുടെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഇത്രയും വർഷം നമ്മൾ യൂസ് ചെയ്തിട്ടും ഒരു പ്രശ്നമില്ല. ആസ് യൂഷ്വൽ ഇങ്ങനെയുള്ള വണ്ടികൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ഇടിക്കുമ്പോൾ അതിൻ്റെ പാർട്സൊക്കെ പൊട്ട് അത് ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്ത് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു കാർ വാങ്ങണമെങ്കിൽ ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആ ഷോറൂമിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. അപ്പം ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് സജിത് സൈനിങ് ഓഫ്. ബൈ.